ഒരു 3 പഴം ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേ ആയിട്ടാ. അതിപ്പോൾ നന്നായി പഴുത്ത്. ഇനി ഒരു 2 ദിവസം കൂടി വെച്ചാൽ അത് പഴുത്ത് കരിഞ്ഞ് ഉണങ്ങിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അതൊന്ന് നെയ്യിലിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നെയ്യിൽ വാട്ടാൻ വേണ്ടിയിട്ട് ഞാനതെടുത്ത് കട്ട് ചെയ്ത് നടുവെ പഴംപൊരിക്ക് മുറിക്കുന്ന പോലെ നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ റൗണ്ടിലും മുറിച്ച് തേങ്ങയൊക്കെ ഇട്ട് മധുരം ചേർത്ത് നെയ്യിലൊക്കെ വാട്ടിയിട്ട് കഴിക്കാം. പക്ഷേ അതിനുള്ള പഴമില്ല, 3 ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി അത് വെച്ചാൽ കേടുന്ന് വരും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ചൂട്ടോടെ അവരങ്ങോട്ട് കഴിച്ച് വിട്ടോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലിട്ടൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണേ ഉള്ളൂ കേട്ടോ. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണ ആക്കിയെടുക്കാനുള്ള പഴം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു നോൺ സ്റ്റിക്കിൽ തന്നെ തിക്കി തിരക്കി അങ്ങോട്ട് ഇട്ടു. പിന്നെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയല്ലോ. എന്നിട്ട് അതൊന്ന് അടിഭാഗം നന്നായി മുരിഞ്ഞൊന്ന് സെറ്റാകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിൽ മധുരം വേണമെങ്കിൽ ഇടാം. ഞാൻ ഇത്തിരി മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം ഇല്ലാണ്ടാണെങ്കിലും നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയും മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും കൂടി ഉള്ള ടൈമിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി അങ്ങ് കൊടുക്കുവാണെങ്കിൽ സംസാരിച്ച് അത് തീരുകയും ചെയ്യും. അവിടെ ഇരുന്ന് പഴം വേസ്റ്റ് ആവില്ല. അപ്പോൾ ഈ പഴം നിലവിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഒന്ന് ഉണ്ടാക്കി അങ്ങ് കൊടുത്തപ്പോൾ ചടപ്പടാന്ന് അങ്ങോട്ട് തീർന്നു കേട്ടോ. 4-5 ഭാഗത്തുനിന്ന് കൈകൾ വന്നു. അപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതെ അവരൊക്കെ അടിപൊളിയായി കഴിക്കണം.